സംസ്കൃത സർവകലാശാലയുടെ കൊല്ലം പന്മനയിലെ റീജിയണൽ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയുണ്ട്. ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം പഠിച്ചു തീർത്തിട്ട് മാത്രമേ ആ വിദ്യാർത്ഥി ക്ലാസ്സിലെത്താറുള്ളൂ. ടീച്ചറിനെ അനുസരിക്കാൻ കാരണം എന്താണെന്ന ചോദ്യത്തിന് വിദ്യാർത്ഥിയുടെ ഉത്തരം ലളിതമാണ്. സംസ്കൃത വേദാന്തം ക്ലാസ്സിലെത്തിയാൽ കാര്യങ്ങൾ നേരിട്ടറിയാം. അപ്പോൾ ഒന്ന് പോയി വരാം. ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാം കണ്ടു കഴിഞ്ഞ പ്രശ്നം പുള്ളി ചീത്തേക്കുന്നത് എനിക്കായിരിക്കും. തെക്തേന ഭുഞ്ജീധ. ഉപനിഷത്തിന്റെ സത് സത് ധാതുവിൽ നിന്നാണ് ഉപനിഷത്ത് വന്നിരിക്കുന്നത്. ഉപ എന്ന ഉപസർഗം, ധന്യവാദ. നിങ്ങൾക്ക് എന്തൊരു പേടിയാണ് ക്ലാസ്സിൽ സംസാരിക്കാൻ? അതെന്തുവാ ഇയാൾ ക്ലാസ്സിൽ മിണ്ടുന്ന പോലും എന്താ ഇയാൾ പേടിച്ചിരിക്കുന്നത്? പിന്നെ സംഭവം എന്തുവാടേ ഇത്? ഇയാൾ മിണ്ടുന്ന കൂടിയില്ല ഒരു കാര്യം. ഇത് ടീച്ചർ അത്രയും വലിയ ഭീകര? അത്രയും വലിയ ഭീകര ജീവിതമൊന്നല്ല, എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ പണി കിട്ടും. അത് 2014 കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് തുടങ്ങിയതാണ്. അവിടെയാണ് കഥ തുടങ്ങുന്നത്. അപ്പൊ നമ്മള് എല്ലാ ഫ്രഷേഴ്സിനെയും വെൽക്കം ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് വക വെൽക്കം ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് ലഡുവായിട്ട് ഇവരുടെ ക്ലാസ്സിലേക്ക് പോയതാണ്. സാധാരണ എല്ലാവർക്കും നമ്മൾ ഒരു ലഡുവല്ലോ കൊടുക്കുക, ഞാൻ ആൾക്ക് 2 ലഡു കൊടുത്ത്. അങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയാ ആദ്യമായിട്ടുള്ള കണ്ടുമുട്ടൽ. അങ്ങനെയാണ് പ്രത്യക്ഷ പ്രണയം. പ്രശ്ന മുണ്ടമാണ്ഡൂക്യ തൈത്തിരി ഐതരേയം ച ഛാന്ദോക്യം ബൃഹദാരണ്യകം തഥാ. ആദ്യം ചോദിച്ചറിഞ്ഞത് പ്രണയത്തെ പറ്റിയാണ്. പിന്നീട് 2019 വിവാഹം. വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ചോദ്യവും എത്തി, ആര്യ ടീച്ചറുടെ വിദ്യാർത്ഥിയാകട്ടെ എന്ന്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കൊല്ലം പന്മനയിലെ റീജിയണൽ ക്യാമ്പസിൽ സംസ്കൃത വേദാന്തം ഗസ്റ്റ് അധ്യാപികയാണ് ആര്യമോൾ. എംഫിലും 2 ബിരുദാനന്തര ബിരുദവും നേടിയ മാള സ്വദേശിയായ രതീഷ് പൂജാരിയായി ജോലി ചെയ്യുന്നതിനിടെയാണ് വീണ്ടും പഠിക്കാനെത്തിയത്. വീട്ടിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു കുടുംബിനി, ഇവിടെ വരുമ്പോ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ടീച്ചർ. വഴക്ക് പറയൂ? വഴക്ക് വീട്ടില് അത്യാവശ്യം പറയും. ഈ അസൈൻമെന്റ് സെമിനാറൊക്കെ മറ്റുള്ളവർക്ക് എഴുതിപ്പിക്കുന്നില്ല, അതൊന്നും ഇല്ല, അതൊക്കെ സ്വയം എഴുതും. MA ഹിന്ദി വിദ്യാർത്ഥിയായ രതീഷ് തന്റെ ഓപ്ഷണൽ വിഷയമായ സംസ്കൃത വേദാന്ത ക്ലാസ്സിൽ മാത്രമാണ് സ്വന്തം ടീച്ചറുടെ വിദ്യാർത്ഥിയായി എത്തുന്നത്. 2 മക്കൾ, പഠിക്കാനും പഠിപ്പിക്കാനും ഒരുപാട് പാഠങ്ങൾ. ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളുടെ തിരക്കുകളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും ഈ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ പഠനം നിർത്തി മാറ്റി വയ്ക്കുന്നുണ്ട് സാഹചര്യം. പഠനമാണെന്നാണ് എല്ലാവരുടെയും ചിന്ത. പക്ഷെ നമുക്ക് ഇപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ അതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ ഭർത്താവാണെങ്കിൽ ഇവിടെ ഒരു വിദ്യാർത്ഥിയാണ്, എന്നാ ഇവിടെ ഒരു അച്ഛനും ഒക്കെ എല്ലാവരാണ്. അപ്പൊ എല്ലാ കഥകളിലൂടെ നമുക്ക് കടന്നുകൊണ്ട്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. പന്മന ക്യാമ്പസ് ഞാൻ പഠിച്ച ക്യാമ്പസാണ്. ഞാൻ ഇംഗ്ലീഷായിരുന്നു, സംസ്കൃതമല്ല. അപ്പോൾ അവിടുത്തെ ഒരു വിശേഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ വ്യക്തിപരമായ ഒരു സന്തോഷം കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ വിശേഷം പറയാൻ രാഹുൽ ജി നാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ഒരു ക്ലാസ്സിൽ ടീച്ചറും സ്റ്റുഡൻറ്റും അവർ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഇതൊരു കൗതുക കാഴ്ചയാണ് അല്ലേ? നമ്മൾ എല്ലാ വാർത്തയ്ക്ക് മുമ്പും അതിൻ്റെ ഒരു വരി കേട്ടായിരിക്കും സ്വാഭാവികമായും വാർത്തയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇവിടെ കേട്ട വരി ഭയങ്കര രസമുള്ള വരിയാണ്. അതായത് ഭാര്യ അധ്യാപികയാണ്, ഭർത്താവ് വിദ്യാർത്ഥിയാണ്. ആ ക്ലാസ് മുറി എങ്ങനെയാകും, ആ ക്ലാസ് മുറിയിൽ നമ്മളുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാകും പെരുമാറുക, നമ്മളെങ്ങനെയാകും ഇതറിയുമ്പോൾ പിന്നെ നമ്മുടെ റിയാക്ഷൻ അല്ലെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങൾ എങ്ങനെയാകും എന്നൊക്കെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ആ കൗതുകം അനുഭവിച്ചറിയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളവിടെ പോകുന്നത്. പോയി അങ്ങനെ തന്നെ ക്ലാസ് മുറിയിൽ ഇരുന്നു കുറേ സമയത്തേക്ക്. അപ്പോൾ ടീച്ചർ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികളെല്ലാം ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത 2 മാസമായി ക്ലാസ് തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്കാകട്ടെ അല്ലെങ്കിൽ അവർക്കാകട്ടെ, ഇപ്പം ഈ 2 പേർ വിദ്യാർത്ഥിയായി നിൽക്കുന്ന രതീഷുണ്ട്, ഒപ്പം പഠിപ്പിക്കുന്ന ആര്യമോളുണ്ട്. ഇവർക്ക് 2 പേർക്കും ആ ഒരു എന്താ പറയുക, ഈ ഒരു നമ്മൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു കൗതുകമൊന്നുമില്ല. ക്ലാസ്സിൽ കയറിയാൽ പക്ക ക്ലാസ് മുറിയാണ്, പാഠങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെ വരണം, കൃത്യമായി പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം കുട്ടികളൊക്കെ ഇത് അറിഞ്ഞ് 2 മാസമായപ്പോൾ അവരും ആ ക്ലാസ്സിൻ്റെ വൈബിലേക്ക് മാറി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചെന്നപ്പോൾ അവർ വീണ്ടും ഓർത്തെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം. എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നിയൊരു കൗതുകം. കാരണം
ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അത് അധ്യാപികയും രതീഷ് വിദ്യാർത്ഥിയുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഈ കാര്യങ്ങൾ ഓർത്തെടുക്കുമ്പോൾ വളരെ രസമായിട്ടാണ് രതീഷ് സംസാരിക്കുന്നത്. അത്രമാത്രം ഹൃദ്യവും കൗതുകകരവും രസകരവുമായിരുന്ന പ്രണയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ആ പ്രണയത്തിൻ്റെ ബലം കൊണ്ടാകും ഇപ്പോഴും അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒപ്പം ഈ ജോലി സംബന്ധമായി കൊല്ലത്തേക്ക് വന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ ശക്തി തന്നെയാകും അവരെ ഇപ്പോഴും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. ആ മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ തീർച്ചയായും രാഹുൽ, എന്തായാലും ആര്യയും രതീഷും അവരുടെ പ്രണയവും അവരുടെ ഈ പഠിച്ചും പഠിപ്പിച്ചുമുള്ള യാത്ര ഇങ്ങനെ അതിമനോഹരമായി തന്നെ മുന്നോട്ട് പോകട്ടെ. 2 പേർക്കും ആശംസകൾ.